ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തെർമോഡൈനാമിക് ഡെറിവേഷൻ ഓഫ് ഫേസ് റൂൾ ആണ്. എന്താണ് ഈ ഫേസ് റൂള്? എല്ലാരും പറയുന്നു F is equal to C minus C plus 2. അതുകൊണ്ട് ഞാനും പറയുന്നു F is equal to C minus C plus 2. ഇതാണ് നമ്മുടെ ഫേസ് റൂള്. അല്ലെങ്കിൽ ഫേസ് റൂളിന്റെ ആവശ്യകത എന്താണ്? ഈ ഫേസ് റൂൾ ഇല്ലാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ കെമിസ്ട്രിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണിത്. ഈ ഫേസ് റൂളിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ദ ഫേസ് റൂൾ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂളാണ് എന്ത്, നമ്മുടെ ഫേസ് റൂൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം? എന്റെ പൊന്നു സാറേ, വളരെ കഷ്ടപ്പെട്ട സാറേ നമ്മൾ ഈ ഡിഗ്രി ഒന്ന് പാസ്സാവാൻ വേണ്ടി പഠിക്കുന്നത്. പിന്നെ എന്റെ ഗതികേടനാണെങ്കിൽ ഞാൻ അഡ്മിഷൻ എടുത്ത കോളേജിൽ യാതൊരു തരത്തിലുള്ള ഫ്രീഡം ഇല്ല എന്ന് പറഞ്ഞ് കുത്തിരിക്കുന്നതാണോടാ മക്കളെ നമ്മൾ ഈ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാല്? അല്ല, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഈസ് ദ മിനിമം നമ്പർ ഓഫ് വേരിയബിൾസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഓർ ഡിഫൈൻ എ സിസ്റ്റം കംപ്ലീറ്റ്ലി. ഒരു സിസ്റ്റത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മിനിമം നമ്പർ ഓഫ് വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. സോ നമുക്കൊരു സിസ്റ്റത്തെ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. കോമ്പോസിഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ വിസ്കോസിറ്റി യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യാം. സർഫസ് ടെൻഷൻ യൂസ് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ പല വേരിയബിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒറ്റ സിസ്റ്റത്തെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ ടെമ്പറേച്ചറും പ്രഷറും പറയുന്നു. എന്റെ ടെമ്പറേച്ചറും പ്രഷറും പറയുമ്പോൾ തന്നെ എന്റെ സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഒന്നാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് പ്രഷർ ആയിരിക്കും, രണ്ടാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആയിരിക്കും. സോ എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മിനിമം നമ്പർ ഓഫ് വേരിയബിൾസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഓർ ഡിഫൈൻ എ സിസ്റ്റം കംപ്ലീറ്റ്ലി. സോ വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഫേസ് റൂൾ? ഫേസ് റൂളിന്റെ ആവശ്യകത എന്താണ്? ഫേസ് റൂള് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം നമ്പർ ഓഫ് വേരിയബിൾസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഓർ ഡിഫൈൻ എ സിസ്റ്റം കംപ്ലീറ്റ്ലി. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡെറിവേഷനിലേക്ക് കടക്കാം. സോ ഞാനിവിടെ ഒരു ഹെട്രോജീനിയസ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതാണ് എന്റെ ഹെട്രോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ ഒരു സിസ്റ്റത്തില് P നമ്പർ ഓഫ് ഫേസസ് ആണെന്ന് വിചാരിക്കാം, P ഫേസസ്. ആൻഡ് അതുപോലെ തന്നെ C കമ്പോണൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, C നമ്പർ ഓഫ് കമ്പോണൻസ്. അപ്പൊ നമ്മളൊരു ഹെട്രോജീനിയസ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. സിസ്റ്റത്തില് P ഫേസുകളുണ്ട് ആൻഡ് C കമ്പോണന്റുകളുണ്ട്. സോ നമ്മുടെ സിസ്റ്റത്തില് P ഫേസുകളും C കമ്പോണൻസും. ഓക്കെ, ഇനി നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡത്തെ ഡിഫൈൻ ചെയ്യാം. ഡിഗ്രി ഓഫ് ഫ്രീഡം F എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തെ ഡിഫൈൻ ചെയ്യാറുള്ളത്. So F is equal to x minus y. F is equal to x minus y. എനിക്ക് എന്ത് എഴുതാലോ? F is equal to എന്താണ്, മറ്റേതാണ്, തേങ്ങയാണ്, മാങ്ങയെന്ന് പറഞ്ഞ് പല രീതിയിൽ എനിക്ക് എഴുതാനായിട്ട് പറ്റും. സോ ഞാൻ എഴുതുന്നു F is equal to x minus y. എന്തെങ്കിലും മീനിങ് ഉണ്ടോ? ഒരു മീനിങ്ങും ഇല്ല. ഈ എക്സും വൈയും എന്താണെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാത്തത്രയും കാലം എന്റെ എക്സിനും വൈക്കും യാതൊരു തരത്തിലുള്ള മീനിങ്ങും ഇല്ല. സോ ഞാൻ പറയുന്നു F is equal to x minus y, where x is the total number of variables. Total number of variables present in the system. സിസ്റ്റത്തില് പ്രസന്റ് ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസിന്റെ എണ്ണമാണ് എന്ത്, എന്റെ എക്സ് എന്ന് പറയുന്നത്. സിസ്റ്റത്തിൽ ഇപ്പൊ 2 വേരിയബിൾ ആണുള്ളതെങ്കിൽ എന്റെ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. സോ എക്സ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് പ്രസന്റ് ഇൻ ദ സിസ്റ്റം. ഇനി അങ്ങനെയാണെങ്കിൽ y എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? Y is the number of variables which got automatically cancelled when the system is in equilibrium. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകുന്ന, ഓട്ടോമാറ്റിക്കലി ഡിഫൈൻ ആയി പോകുന്ന നമ്മുടെ വേരിയബിൾസിന്റെ എണ്ണമാണ് എന്ത്, y എന്ന് പറയുന്നത്. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് x മൈനസ് y ആണ്. അതിൽ x എന്ന് പറയുന്നത് the total number of variables present in the system and y is the number of variables which got automatically cancelled or defined when the system is at equilibrium. സോ ഫസ്റ്റ് നമുക്ക് x നെ കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് y യുടെ കാര്യത്തിലേക്ക് വരാം. സോ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ x നെയാണ്. സോ
നമുക്ക് എക്സ് എന്താന്ന് നോക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് പ്രസന്റ് ഇൻ എ സിസ്റ്റം വിച്ച് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ടെമ്പറേച്ചർ വേരിയബിൾസ്. Total number of temperature variables plus total number of pressure variables. Total number of pressure variables plus total number of composition or concentration variables. ഓക്കെ, അപ്പം എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. അതിന്റെ അകത്ത് നമുക്ക് ടെമ്പറേച്ചർ വേരിയബിൾ ഉണ്ട്, പ്രഷർ വേരിയബിൾ ഉണ്ട്, കോമ്പോസിഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വേരിയബിളും ഉണ്ട്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു സിസ്റ്റം എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എല്ലാ ഫേസിലുള്ള ടെമ്പറേച്ചറും എല്ലാ ഫേസിലുള്ള പ്രഷറും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ സിസ്റ്റത്തിനാകെ എത്ര ടെമ്പറേച്ചർ വേരിയബിൾ ഉണ്ടാവുള്ളൂ? ഒറ്റ ടെമ്പറേച്ചർ വേരിയബിൾ ഉണ്ടാവുള്ളൂ. ആൻഡ് സിസ്റ്റത്തിന് ഒരൊറ്റ പ്രഷർ വേരിയബിൾ ഉണ്ടാവുള്ളൂ. സോ ദ നമ്പർ ഓഫ് ടെമ്പറേച്ചർ വേരിയബിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് പ്രഷർ വേരിയബിൾ എന്ന് പറയുന്നതും 1 ആയിരിക്കും. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സാധനം ദ നമ്പർ ഓഫ് കോൺസെൻട്രേഷൻ ഓർ കോമ്പോസിഷൻ വേരിയബിൾസ് ആണ്. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ വേരിയബിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ കമ്പോണൻസിന്റെ കൺസിഡറേഷൻ എടുക്കുന്നു. കമ്പോണൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നു. എത്ര കമ്പോണൻസ് ഉണ്ടെന്നാ പറഞ്ഞേ? 3 കമ്പോണൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞേ. സോ അതുകൊണ്ട് തന്നെ കോമ്പോസിഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വേരിയബിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് C-1 ആയിരിക്കും. സോ നമുക്ക് C കമ്പോണൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ C-1 കോമ്പോസിഷൻ വേരിയബിൾസ് ഓരോ ഫേസിലും ഉണ്ടാകും. അപ്പൊ നമുക്ക് എത്ര ഫേസ് ഉണ്ട്? P ഫേസുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ P ഫേസിലും കൂട്ടിയിട്ട് P ഇൻറ്റു C-1 കോമ്പോസിഷൻ വേരിയബിൾസ് ഉണ്ടാകും. P ഇൻറ്റു C-1 കോമ്പോസിഷൻ വേരിയബിൾസ്. ഒരു ഒറ്റ ഫേസില് നമുക്ക് C കമ്പോണൻസ് ഉള്ളത് കൊണ്ട് തന്നെ C-1 കോമ്പോസിഷൻ വേരിയബിൾസ് ഉണ്ടാകും. നമുക്ക് മൊത്തത്തില് P ഫേസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ മൊത്തത്തില് P ഇൻറ്റു C-1 കോമ്പോസിഷൻ വേരിയബിൾസ് ഉണ്ടാകും. Which can be ടോട്ടലി നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? P ഇൻറ്റു C-1 പ്ലസ് 2. ഇതാണ് നമ്മുടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? എക്സിനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. എന്താണ് എക്സ്? എക്സ് എന്ന് പറയുന്നത് P ഇൻറ്റു C-1 പ്ലസ് 2. അതിനെ നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ y ആണ്. എന്താണ് ഈ y? y എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, the number of variables which got automatically cancelled or defined when the system is at equilibrium. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിഫൈൻഡ് ആകുന്ന നമ്പർ ഓഫ് വേരിയബിൾസിനെ വിളിക്കുന്ന പേരാണെന്ത്? നമ്മുടെ y. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ ആണ്. എന്തിന്റെ കണ്ടീഷൻ ആണ്? കെമിക്കൽ ഇക്വിലിബ്രിയം. സോ എന്തായിരുന്നു ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ? കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ പറയുന്നത് എല്ലാ കമ്പൗണ്ടിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലും എല്ലാ ഫേസിലും സെയിം ആയിരിക്കും. എ എന്ന് പറയുന്ന ഒരു കമ്പൗണ്ടിന്റെ ഫസ്റ്റ് എ എന്നൊരു കമ്പൗണ്ടന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഫേസിലുള്ള കെമിക്കൽ പൊട്ടൻഷ്യലും സെക്കൻഡ് ഫേസിലുള്ള കെമിക്കൽ പൊട്ടൻഷ്യലും തേർഡ് ഫേസിലുള്ള കെമിക്കൽ പൊട്ടൻഷ്യലും ഇനി P ഫേസുകൾ ഉണ്ടെങ്കിൽ P ഫേസിലുള്ള കെമിക്കൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ പറയുന്നത്. സോ നമുക്ക് അതിനെ മാത്തമാറ്റിക്കലി എന്ത് ചെയ്യാം? ഈ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യാം. സോ നമ്മൾ ഇതിനെ മാത്തമാറ്റിക്കലി ഒരു സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. സോ എഴുതാം. എന്താണ് നമ്മളുടെ the chemical potential of the first component in the first phase is equal to the chemical potential of the first component in the second phase is equal to the chemical potential of the first component in the third phase is equal to etc. chemical potential of the first component in the pth phase. ഓക്കെ, ഇതുപോലെ ഇതിപ്പോ ഫസ്റ്റത്തെ കമ്പോണന്റിന്റെ കാര്യം മാത്രം നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഇത് നമുക്ക് സെക്കൻഡിന്റെ കമ്പോണന്റ് എഴുതാൻ പറ്റും. The chemical potential of the second component in the first phase is equal to the chemical potential of the second component in the second phase is equal to the chemical potential of the second component in the third phase is equal to etc. the chemical potential of the second component in the pth phase. ഓക്കെ, ഇതുപോലെ എത്ര കമ്പോണന്റുകൾ നമുക്കുണ്ട്?
സി കമ്പോണന്റുകൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കമ്പോണന്റും കൂടെ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സെട്ര ഇടുന്നു. കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ദ സീത്ത് കമ്പോണന്റ് ഇൻ ദ ഫസ്റ്റ് ഫേസ് ഈസ് ഈക്വൽ ടു കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ദ സീത്ത് കമ്പോണന്റ് ഇൻ ദ സെക്കൻഡ് ഫേസ് ഈസ് ഈക്വൽ ടു കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ദ Cth component in the third phase is equal to etc. The chemical potential of the Cth component in the pth phase. So chemical equilibriumത്തിന്റെ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ അകത്തേക്ക് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. വലിയ സിസ്റ്റം ഒന്നുമില്ല. നമ്മളൊരു 3 ഫേസ് ഉള്ള ഒരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുന്നു. എത്ര ഫേസ് ഉള്ള സിസ്റ്റം ആണ്? 3 ഫേസ് ഉള്ള സിസ്റ്റം. ഓക്കെ, 3 ഫേസ് സിസ്റ്റം. ഒരു 3 ഫേസ് സിസ്റ്റത്തെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇതിന്റെ അകത്തുള്ള ഏക കമ്പോണന്റ് എന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ പി ഫേസുകളും സി കമ്പോണന്റും ഉള്ള സിസ്റ്റത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 ഫേസ് ഉള്ള എ എന്ന് പറയുന്ന ഒരൊറ്റ കമ്പോണന്റ് ഉള്ള ഒരൊറ്റ സിസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസിഡറേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് എടുക്കുന്നു. സോ നമ്മൾ ഇതിന്റെ അകത്തേക്ക് നേരത്തെ പറഞ്ഞ കെമിക്കൽ പൊട്ടൻഷ്യലിന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാം കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ദ ഏത് കമ്പോണന്റ് ഇൻ ദ ഫസ്റ്റ് ഫേസ് is equal to the chemical potential of the eighth component in the second phase is equal to the chemical potential of the eighth component in the third phase. 3 ഫേസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കെമിക്കൽ പൊട്ടൻഷ്യലിന്റെ കണ്ടീഷൻ ഇങ്ങനെ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒറ്റ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒറ്റ ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി 2 കാര്യങ്ങൾ ഡിഫൈൻഡ് ആണ്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി 2 കാര്യങ്ങൾ നമുക്ക് നോൺ ആണ്. എന്താണത്? the chemical potential of the eighth component in the first phase is equal to the chemical potential of the eighth component in the second phase. അതുപോലെ തന്നെ the chemical potential of the eighth component in the second phase is equal to the chemical potential of the eighth component in the third phase. ഈ കാര്യം ഓട്ടോമാറ്റിക്കലി ഡിഫൈൻഡ് ആണ്. സോ നമുക്ക് 3 ഫേസ് ഉണ്ടെങ്കിൽ 2 ഇക്വേഷൻസ് ഓൾറെഡി നോൺ ആണ്. 3 ഫേസ് ഉണ്ടെങ്കിൽ എത്ര ഇക്വേഷൻസ് ആണ് ഓൾറെഡി നോൺ ആയിട്ടുള്ളത്? 2 ഇക്വേഷൻസ് ഓൾറെഡി നോൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് വരിക. നമുക്ക് എത്ര ഫേസ് ഉണ്ട് ഇവിടെ? പി ഫേസുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എത്ര ഇക്വേഷൻസ് നോൺ ആയിരിക്കും? P-1 ഇക്വേഷൻസ് എന്തായിരിക്കും? ഓൾറെഡി നോൺ ആയിരിക്കും. ഇവിടെ എത്ര കമ്പോണന്റേ ഉള്ളൂ? ഒറ്റ കമ്പോണന്റ്. ആ കമ്പോണന്റ് ഏതാണ്? എ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് എത്ര കമ്പോണന്റ് ഉണ്ട്? സി കമ്പോണന്റുകൾ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓരോ കമ്പോണന്റിന്റെയും ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൺസിഡർ ചെയ്യണം. സോ ഇവിടെ ഒറ്റ കമ്പോണന്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? 1 × 2 ഇക്വേഷൻസ് നോൺ ആയിട്ട് കിട്ടിയത്. ഒറ്റ കമ്പോണന്റ് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് 2 ഇക്വേഷൻസ് 1 × 2 ഇക്വേഷൻസ് നമുക്ക് നോൺ ആയിട്ട് കിട്ടി. നമുക്ക് ഇവിടെ പി ഫേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ P-1 ഇക്വേഷൻസ് നോൺ ആയിരിക്കും. നമുക്കിവിടെ സി കമ്പോണൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ C × P- ഇക്വേഷൻസ് P-1 ഇക്വേഷൻസ് ടോട്ടലി നമുക്ക് എന്തായിരിക്കും? നോൺ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എക്സും കിട്ടി, വൈയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ x-y എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ച ഇക്വേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സാധനം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ f is equal to x - y. x എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? which is equal to p × c-1 + 2 മൈനസ് y എന്ന് പറയുന്നത് എന്തായിരുന്നു? y എന്ന് പറയുന്നത് c × p-1 ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ജസ്റ്റ് ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ PC - P + 2 എന്ന് ഇതിനെ PC ആൻഡ് ഇതിനെ എടുക്കുന്ന സമയത്ത് മൈനസ് PC - P + 2 മൈനസ് PC - C എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. PC - C. ഓക്കെ, ഇനി ഈ PC എന്തായി? ഓട്ടോമാറ്റിക്കലി ക്യാൻസൽഡ് ആയി. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ മൈനസ് ആണ്. സോ ഈ -c-യും -1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് +c ആയിരിക്കും കിട്ടുക. ഇവിടെ -c ആ വരുന്നത്. ഈ -c-യും ഈ -1 കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? +c ആ കിട്ടുക. സോ അതുകൊണ്ട് തന്നെ ഈ PC-യും ഈ PC നമ്മൾ വെട്ടിപ്പോയി. ബാക്കിയുള്ളത് എന്താണ്? ബാക്കി നമുക്ക് ഇവിടെ ഒരു C ഉണ്ട്. സോ C എഴുതി. ഇവിടെ നമുക്കൊരു -p ഉണ്ട്. -p. ഇവിടെ ഒരു +2 ഉണ്ട്. +2. ഇതാണ് എന്ത്? നമ്മുടെ ഫേസ് റൂൾ. നമ്മൾ എപ്പോഴും പറയുന്ന എന്താണ്? C - P + 2 എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെഡ്യൂസ്ഡ് ഫേസ് റൂൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സിമ്പിൾ യൂട്ടറ്റിക് സിസ്റ്റത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു
റെഡ്യൂസ്ഡ് ഫേസ് റൂൾ വരുന്നുണ്ട്. അവിടെ എന്തുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 2 പകരം 1 കൊടുക്കുന്നു. എന്തോ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു എന്നാണോ? അല്ല, നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതിൽ പ്രഷർ വേരിയബിൾ ഉണ്ട്, ടെമ്പറേച്ചർ വേരിയബിൾ ഉണ്ട്, ആൻഡ് കോമ്പോസിഷൻ വേരിയബിൾസ് ഉണ്ട് അല്ലെ. ഈ 3 വേരിയബിൾസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതില് നമ്മുടെ സിസ്റ്റത്തിലെ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സിമ്പിൾ യൂട്ടേറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്നത് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം ആണ്. സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയത്തിലെ പ്രഷറിന് എന്തെങ്കിലും കാര്യമുണ്ടോ? പേപ്പർ ഫേസിലല്ലേ പ്രഷർ വരുന്നേ. അതുകൊണ്ട് തന്നെ പ്രഷർ എന്ന് പറയുന്ന വേരിയബിൾ എന്തായിരിക്കും, ഈ സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയയുടെ കേസിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അതിനൊരു വേരിയബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ സിമ്പിൾ യൂട്ടേറ്റിക് സിസ്റ്റത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഫേസ് റൂളിനെ C-P+2 എന്ന് എഴുതി, അല്ല +2 അല്ല +1, C-P+1 എന്ന നിലയിൽ നമ്മുടെ ഫേസ് റൂളിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫേസ് റൂളിന്റെ ഈ ഒരു സെഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു.